السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, പുണ്യമാസമായ റമദാനിലെ ഓരോ സന്ദർഭങ്ങളും നഷ്ടപ്പെട്ടു പോവാതെ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നന്മകൾ കൊണ്ട് നിറക്കുവാൻ നാം എപ്പോഴും ശ്രദ്ധിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുകയും പുണ്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിൻ്റെ ഏറ്റവും വലിയ വിസ്മയമായി അള്ളാഹു അറിയിക്കുന്നത് പല കാര്യങ്ങളുമുണ്ട്. അതിനിടയിൽ പ്രധാനപ്പെട്ടത് ഖുർആൻ്റെ സാന്നിധ്യമാണ്. നാം എപ്പോഴും കേൾക്കുന്നത് പോലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ്റെ അവതരണം നടന്നത് ഈ മാസത്തിലാകുന്നു എന്നതാണ് ഈ മാസത്തെ പൂർണ്ണമായും ആരാധനാനിരതമാക്കുവാനുള്ള മാനദണ്ഡം. പകൽ സമയത്തെ നോമ്പും രാത്രി സമയത്തെ പ്രാർത്ഥനകളും ദൈർഘ്യമേറിയ നമസ്കാരവുമൊക്കെ ഖുർആൻ ലഭിച്ചു എന്നതിൻ്റെ കൃതജ്ഞത അള്ളാഹുവിനെ അറിയിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഒരു മുസ്ലിമിന് ജീവിതത്തിൽ എപ്പോഴും കഴിയണം എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിയിക്കുന്നത്. ഒരു മനുഷ്യന് ഭൗതികമായി എന്തെല്ലാം കിട്ടിയാലും വിജ്ഞാനങ്ങൾ മിനിറ്റുകൾ കൊണ്ട് സ്വന്തമാക്കുവാനുള്ള സംവിധാനം അവൻ്റെ മുമ്പിൽ ഉണ്ടായാലും യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് ലഭിക്കുന്നത് ഖുർആനിലൂടെയാണ്, ഖുർആനിലൂടെ മാത്രമാണ്. ആ തിരിച്ചറിവിനാണ് ഖുർആൻ അള്ളാഹു ഹിദായത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ആയത്തിൽ പറയുന്നതും അതുതന്നെയാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഗ്രന്ഥമാണ്. ആദ്യ മനുഷ്യൻ മുതൽ ലോകത്ത് അവസാനമായി ജീവിക്കാനിരിക്കുന്ന മനുഷ്യൻ വരെയും അവരുടെ കഴിവുകളിൽ വ്യത്യാസമുണ്ട്. സയൻസും ടെക്നോളജിയും മറ്റു വിജ്ഞാനങ്ങളുമൊക്കെ വികസിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ വിജ്ഞാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ അവയൊന്നും നമുക്ക് നൽകാൻ കഴിയാത്ത ഒരു കാര്യമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഹിദായത്ത് എന്ന വാക്ക്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ്, ജീവൻ. വകദാലിക ഔഹൈനാ ഇലൈക
റൂഹം മിൻ അംരിന എന്ന് മറ്റൊരിടത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് നൽകിയിരിക്കുന്നത് ഒരു റൂഹാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ ജീവൻ. നമ്മൾ നടക്കുകയും ഓടുകയും എല്ലാം ചെയ്യുന്നത് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ജീവൻ ഉള്ളത് കൊണ്ടാണ്. അത് മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾക്കും മൃഗങ്ങൾക്കും മരത്തിനുമൊക്കെയുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പ്രത്യേകമായി ലഭിച്ചിരിക്കുന്ന ഒരു അംഗീകാരമാണ് റൂഹ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ആദ്യം പറഞ്ഞ ജീവനെ നിലനിർത്താനാണ്. അത് ശരീരത്തിൻ്റെ ജൈവപരമായ ആവശ്യവുമാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ജീവൻ എന്നർത്ഥമുള്ള റൂഹ് അത് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ആത്മാവിനാണ്. ശരീരം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ പക്കൽ പ്രസക്തമാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും നമ്മളുടെ മനസ്സും ആത്മാവുമാണ്. ആ ആത്മാവിനെ എല്ലാ സന്ദർഭത്തിലും അതിൻ്റെ വിശപ്പ് അടക്കിക്കൊണ്ടിരിക്കണം. ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കണം. അതിന് നമ്മളുടെ ഭക്ഷണവും വെള്ളവും മതിയാവുകയില്ല. അവിടെയാണ് ഖുർആൻ അതുല്യമായി നമ്മുടെയൊക്കെ ബുദ്ധിയുടെ മുമ്പിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഖുർആൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഹിദായത്ത്, അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സന്മാർഗബോധം, തിരിച്ചറിവ് എങ്ങനെയാണ് ഖുർആനിലൂടെ ലഭിക്കുക എന്ന കാര്യമാണ്. അതിന് പ്രധാനമായും 5 ഘട്ടങ്ങളാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഖുർആനിലൂടെ മുന്നോട്ട് പോയിട്ട് നിഷേധികളായ ഒരുപാട് ആളുകളുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഖുർആന്റെ ഈ ആശയം കണ്ട മാത്രയിൽ അംഗീകരിച്ചവരുമുണ്ട്. എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ 2 മനസ്സുകളെയും 2 വിരുദ്ധ ദിശയിലേക്ക് മാറ്റിക്കളയുന്നത്? ഖുർആനെ സമീപിക്കുവാനുള്ള ഒരു രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ അംഗീകരിക്കണം എന്നതാണ് അതിൻ്റെ ലളിതമായ ഒരു വശം. ആദ്യമായി പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നതാണ്. ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. മൗനമായിട്ട് ശ്രദ്ധയോടുകൂടെ കേൾക്കുക. മൗനമായിരിക്കണം, ശ്രദ്ധിക്കുകയും വേണം. എവിടെയാണ് മൗനം പാലിക്കേണ്ടത്? മനസ്സ് മൗനമായിരിക്കണം, കണ്ണും കാതും എല്ലാം മൗനമായിരിക്കണം. ആ ഒരു ഏകാന്തതയിൽ ഖുർആനെ നന്നായിട്ട് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ ഖുർആന്റെ പരിധിക്കകത്തേക്ക് നമുക്ക് പ്രവേശിക്കാവുന്ന ഒന്നാമത്തെ വാതിൽ തുറക്കുകയാണ്. ലിസണിങ്. ഏത് ബോധനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും ആദ്യ ഭാഗം അതുതന്നെയാണ്. ഖുർആൻ അത് ഊന്നിപ്പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിക്കുവാനും മൗനമായി കേൾക്കുവാനുമുള്ള ഒരു സാന്നിധ്യം മനസ്സ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഘട്ടം അവിടെ ആരംഭിക്കുകയാണ്. അത് പാരായണവും പഠനവുമാണ്. ഖുർആൻ പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല. നല്ല ക്രമപ്രകാരം ശബ്ദ മാധുര്യത്തോടു കൂടെ നീ ഖുർആൻ പാരായണം ചെയ്യണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി എന്ന് വേറെയും പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ മുറതെറ്റാതെ പാരായണം ചെയ്യുന്ന ആളുകൾ. 2 കാര്യമാണ് അതിലുള്ളത്. ഒന്ന് ബാഹ്യമായ പാരായണം. അതുപോലെ തന്നെ അതിനേക്കാളേറെ പ്രസക്തമാണ് ഈ പാരായണം ചെയ്യുന്ന ആയത്തുകൾക്കിടയിലുള്ള അർത്ഥം. ആ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും നമുക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഖുർആന്റെ ഹിദായത്ത് ലഭിക്കുന്ന രണ്ടാമത്തെ ഘട്ടം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ്
റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അറാദൽ ഇൽമ ഫൽയുസവ്വിർ ഫിൽ ഖുർആൻ. വിജ്ഞാനം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഖുർആനിൽ അത് ചിക്കിച്ചകഞ്ഞ് പരതി അന്വേഷിക്കട്ടെ എന്ന്. ബാഹ്യമായ ഒരു ഒറ്റ വായന പോരാ, ഉപരിപ്ലവമായ ഒരു പാരായണം പോരാ, അതിനഴകിലേക്ക് ആഴത്തിൽ ഇറങ്ങി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കടലിൽ ഊളിയിട്ട് മുത്തും ചിപ്പിയും പെറുക്കുന്ന ആൾ എത്രത്തോളമാണോ ആഴത്തിലേക്ക് പോകുന്നത്, അതുപോലെ ഖുർആന്റെ ആഴത്തിലേക്ക് പോയാൽ വിജ്ഞാനം കിട്ടും. വിജ്ഞാനം കേവല വിജ്ഞാനമല്ല, ഹിദായത്തും തിരിച്ചറിവും നൽകുന്ന അള്ളാഹുവിൻ്റെതായ വിജ്ഞാനം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിലേക്ക് ഒന്നുകൂടി ചേർത്ത് വെക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ലൗ ത്വഹറത്ത് ഖുലൂബുക്കും മാ ശബിഅത്ത് മിൻ കലാമില്ല എന്നാണ്. നിങ്ങളുടെ മനസ്സ് വൃത്തിയുണ്ടെങ്കിൽ, മനസ്സ് വിശുദ്ധമാണെങ്കിൽ അള്ളാഹുവിൻ്റെ കലാം എത്ര കേട്ടാലും പഠിച്ചാലും മതിയാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ മനോഹരമായ ഒരു അഭിപ്രായമാണത്. മനസ്സിൻ്റെ വൃത്തിയും മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും അവൻ തൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന ജാഗ്രതയും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് എത്ര നേരവും ഖുർആൻ പഠിക്കാം, പാരായണം ചെയ്യാം. അതൊക്കെ ഒന്നിനൊന്ന് ഈമാനിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്ന സംഗതികളായിട്ടാണ് അള്ളാഹു പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം ഹിഫ്ള്, ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമാക്കുക എന്നതാണ്. കാരണം അത് ഖുർആന്റെ മാത്രം നിലനിൽപ്പിൻ്റെ സവിശേഷതയുമാണ്. ഖുർആനല്ലാത്ത ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും, മതഗ്രന്ഥങ്ങളാവട്ടെ ശാസ്ത്ര സാങ്കേതിക ഗ്രന്ഥങ്ങളാവട്ടെ, എല്ലാം എഴുതപ്പെട്ടതാണ്. പുസ്തകത്തിലും ഗ്രന്ഥരൂപത്തിലുമായിട്ട് നിൽക്കുന്നുണ്ട്. അവ നശിച്ചു കഴിഞ്ഞാൽ ആ വിജ്ഞാനവും കാലഹരണപ്പെട്ടു പോകുന്നു. പക്ഷേ അള്ളാഹു ഇതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ ഒരു സംവിധാനമാണ് എല്ലാ കാലത്തും ഏതാനും മനുഷ്യരുടെ മനസ്സിൽ അത് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ കാലത്തും, നമ്മുടെ കാലത്ത് പ്രത്യേകിച്ചും കൊച്ചു കൊച്ചു മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ അത് മനഃപ്പാഠമാക്കുന്നത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ദൈവികമായ ഖുർആൻ സംരക്ഷിക്കണം എന്നതിനുള്ള ഒരു സർവകാല സംരക്ഷണ ഗ്യാരണ്ടിയായിട്ടാണ് അതിനെ കാണുന്നത്. ഖുർആൻ പറയുന്നു, ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരിൽ ലദീന ഊത്തുൽ ഇൽമ്. വിജ്ഞാനം നേടിയിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ മാഞ്ഞു പോവാത്ത, മറന്നു പോവാത്ത ആയത്തുകളാവുന്നു ഖുർആൻ്റേത്. നമുക്കെല്ലാവർക്കും അല്പമെങ്കിലും ഖുർആൻ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്, മനുഷ്യന്റെ മനസ്സിന് തുരുമ്പെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ. ഇരുമ്പിൻ്റെ കമ്പി മണ്ണിലിട്ടാൽ അത് തുരുമ്പെടുക്കും കുറെ കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെയൊക്കെ മനസ്സും ദ്രവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴാരോ ചോദിച്ചു, എങ്ങനെയാണ് പ്രവാചകരെ തുരുമ്പെടുക്കാതെ ദ്രവിച്ചു പോവാതെ മനസ്സിനെ സൂക്ഷിക്കുക? റസൂലുള്ള പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഒന്ന് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധവും ബോധ്യവും ദിക്റും. രണ്ടാമത്തേത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുകയും പാരായണം നടത്തുകയും ചെയ്യുക. അള്ളാഹുവും ഖുർആനും നമ്മളുടെ മനസ്സിലും കണ്ണിലും കൽബിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മനസ്സ് ദ്രവിച്ചു പോവുക, ജീർണിച്ചു പോവുക, തുരുമ്പെടുക്കുക എന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇപ്പോൾ മൂന്നാമത്തത് മനഃപ്പാഠമാണ്. പൂർണ്ണമായിട്ടും മനഃപ്പാഠമാക്കാൻ സാധിക്കില്ലെങ്കിലും ആവുന്നത്ര മനസ്സിൽ സൂക്ഷിച്ചാൽ അതിന് മനസ്സിന് പ്രത്യേകമായ ഊർജം നൽകും,
തെളിച്ചം നൽകും. നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കുമൊക്കെ ഒരു വ്യക്തത ആ ഖുർആന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നാലാമത്തെ ഘട്ടം കുറച്ചുകൂടി പ്രധാനമാണ്. ആലോചിച്ച് ആഴത്തിൽ അന്വേഷിച്ച് പഠിക്കുക എന്നതാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൽ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അനുഗ്രഹീതമായ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രന്ഥം, കിതാബ് അള്ളാഹു നൽകിയിരിക്കുന്നത് അതിൻ്റെ ആയത്തുകൾ ആഴത്തിൽ പഠിക്കുവാനാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെയും വളരെ അതുല്യമാണ്. ലിയദ്ദബ്ബറു എന്ന വാക്ക് അത് കേവലം ചിന്തയല്ല, കേവലമുള്ള വായനയല്ല. പല കാര്യങ്ങളും നമ്മൾ വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, മനഃപ്പാഠമാക്കാറുണ്ട്. പക്ഷെ അതെല്ലാം കുറച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന കാലത്ത് ധാരാളം വാക്കുകളും കാര്യങ്ങളും പഠിച്ചവരാണ് നമ്മളൊക്കെ. ഇന്ന് അതൊന്നും ഓർമ്മയില്ല. അങ്ങനെ പഠിച്ച് വായിച്ച് മനസ്സിലാക്കി മറന്നു കളയുന്ന രൂപത്തിലുള്ള സമീപനമല്ല ഖുർആനിന് വേണ്ടത്. ആ ഒരു ആശയമാണ് ഇദ്ദബ്ബറ എന്ന വാക്കിലൂടെ ആലോചിച്ച് അന്വേഷിച്ച് പഠിക്കുക എന്ന പ്രവർത്തനം ഓരോ ആയത്തുകളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഖുർആൻ കണ്ണിൽ പതിയും, അതിൻ്റെ ശബ്ദം കാതുകളിൽ ബാക്കിയുണ്ടാകും, അതിൻ്റെ ആശയം മറന്നു പോവാതെ കല്ലിൽ കൊത്തിവെച്ച പോലെ മനസ്സിലും ബാക്കിയുണ്ടാകും. അഞ്ചാമത്തെ ഘട്ടം അൽ അമലു ബിഹി. ഖുർആൻ എന്താണോ പറഞ്ഞതും പഠിപ്പിച്ചതും ഓതിയതും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ 5 ഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോയാൽ മൗനമായി ശ്രദ്ധിക്കുക, ഭംഗിയായി പാരായണം ചെയ്യുക, മനഃപ്പാഠമാക്കുക, ആശയങ്ങൾ ആഴത്തിൽ ആലോചിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ 5 ഘട്ടങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവനാണ് ആദ്യം പറഞ്ഞ ഹുദല്ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഹിദായത്ത് എന്ന നിലവാരത്തിൽ എത്താൻ പറ്റുക. അവർക്കാണ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, തിരിച്ചറിവിൻ്റെയും നല്ല ബോധത്തിൻ്റെയും തെളിവുകളായി ഖുർആൻ ബാക്കി നിൽക്കുകയും ചെയ്യുക. അവർക്ക് പിന്നെ ജീവിതത്തിൽ എല്ലാം എളുപ്പമായിരിക്കും. തൊട്ട് താഴെ അതാണ് ഖുർആൻ പറയുന്നത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. നോമ്പാവട്ടെ, റമദാനാവട്ടെ, ഖുർആനാവട്ടെ, അത് പഠിക്കുന്നതാവട്ടെ, ഒന്നും ഒരിക്കലും ഉസ്ർ പ്രയാസമല്ല. പ്രയാസം എന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പ്രയാസമാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് അസാധ്യമാകുന്നു എന്നല്ല, മറിച്ച് നമ്മൾ കുറച്ചുകൂടി പണിയെടുക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട് എന്നത് മാത്രമാണ്. ആ രൂപത്തിൽ ഈ ആരാധനകളെയും മറ്റു കാര്യങ്ങളെയും ഖുർആൻ പഠിക്കുന്ന സംഗതികളെയൊക്കെ നാം നോക്കിക്കാണുകയാണെങ്കിൽ എനിക്ക് അത് പ്രയാസമല്ല എന്ന മനോഭാവത്തോടു കൂടെ സമീപിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധവും ഈമാനിൻ്റെ ശക്തിയും ആരാധനകൾ നമുക്ക് നൽകുന്ന പുതിയ ഊർജവും ഒക്കെ മനസ്സിന് ഖുർആനികമായ ഒരു പ്രകാശം നിലനിർത്താൻ സാധിക്കും. ആ ഒരു തലത്തിലേക്കാണ് റമദാനിൽ ഇരിക്കുന്ന, റമദാനിൻ്റെ 1/3 എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് ഖുർആന് നേരെ അടുപ്പിക്കുവാനും പുതിയതായി എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു ദിവസം ഖുർആനിലൂടെ മനസ്സിലാക്കണം എന്ന ഒരു തീരുമാനത്തിലെത്തുവാനും നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും, സൗഭാഗ്യമായിരിക്കും. പരലോകത്ത് അത് മാത്രമായിരിക്കും ഒരു പക്ഷേ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ നടത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അത്തരത്തിലുള്ള ഒരു ഉത്കൃഷ്ടമായ വിശുദ്ധമായ ജീവിതത്തിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ
നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നോമ്പുകാരൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനാ നിരതമാണ് എല്ലാ സന്ദർഭവും. നമസ്കാരത്തിലാണെങ്കിലും തറാവീഹിലാണെങ്കിലും മറ്റു സന്ദർഭത്തിലാണെങ്കിലും ഒക്കെ പ്രാർത്ഥന നമ്മുടെ നാവിൻ തുമ്പത്തുണ്ട്. ആ പ്രാർത്ഥന ധാരാളമായി ഇരട്ടിപ്പിക്കേണ്ട ഒരു സമയമായിട്ടാണ് റമദാനിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. നോമ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന രംഗത്തും അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും വളരെ വളരെ അടുത്തുണ്ട്. എങ്ങനെയാണ് ആ അടുപ്പം? എന്താണോ ചോദിക്കുന്നത് അത് അപ്പോൾ കിട്ടും. ചോദിക്കുന്നതെല്ലാം തത്സമയം ലഭിക്കുക എന്നതാണ് റമദാനിൻ്റെ മാത്രമായ ഒരു പ്രത്യേകത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. 2-3 വിഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലാ തുറദ്ദു ദഅവതുഹു. അവരുടെ പ്രാർത്ഥന ഒരിക്കലും തിരസ്കരിക്കുകയില്ല, തട്ടിക്കളയുകയില്ല. അതിൽ ഒരു വിഭാഗമാണ് അസ്വാഇം ഹത്താ യുഫ്തിറ, നോമ്പുകാരൻ. നോമ്പിൻ്റെ 10-13 മണിക്കൂർ ദൈർഘ്യമുള്ള പകൽ സമയം എല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചോദിച്ചാലും അത് പടച്ചവൻ തന്നിരിക്കും എന്ന ഒരു യഖീൻ, ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥനയ്ക്ക്, പുലർച്ചെയുള്ള അത്താഴം, സുഹൂർ കഴിക്കുന്ന സന്ദർഭത്തിൽ, ഇവയെല്ലാം ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയുമായി അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുവാനുള്ള സുവർണ അവസരങ്ങളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലുമുള്ള പ്രാർത്ഥന ഒന്നുകൂടി ശക്തിപ്പെടുത്തുക. ഈ നോമ്പ് കഴിയുന്നതോടുകൂടെ എനിക്കിനി ഒന്നും ചോദിക്കാനില്ല എന്ന രൂപത്തിൽ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കെട്ടഴിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകളോടുകൂടെ തപിക്കുന്ന മനസ്സോടുകൂടെ അവനോട് അടുക്കുവാനും അവൻ്റെ റഹ്മത്ത് കൈനീട്ടി വാങ്ങുവാനും നാം തയ്യാറാവുക. അതിന് അർഹത നേടേണ്ടത് ഈ പറഞ്ഞ പോലെ മനസ്സിൻ്റെ വിശുദ്ധിയായിരിക്കണം, അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്നുണ്ട് എന്ന ജാഗ്രതയായിരിക്കണം. എന്ത് വേണ്ടി വന്നാലും, എത്ര പ്രവർത്തിക്കേണ്ടി വന്നാലും എനിക്ക് ഒട്ടും അത് പ്രയാസമാകുന്നു എന്ന് തോന്നാതെ നിർവഹിക്കുവാൻ തയ്യാറാവുന്നു എന്ന് നമ്മളൊക്കെ പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിനെ അത് ബോധ്യപ്പെടുത്തുകയും വേണം. എങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. നമ്മളോട് അവൻ പിണങ്ങുകയില്ല, നമ്മളെ അവൻ വെറുക്കുകയുമില്ല. വളരെ വളരെ പ്രിയപ്പെട്ടവനായി റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആൻ പ്രത്യേകമായിട്ട് ചില ആളുകളെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണ്: അള്ളാഹു അവരെപ്പറ്റി സംതൃപ്തനാണ്, അവരാവട്ടെ അള്ളാഹുവിനെ പറ്റിയും സംതൃപ്തരാണ്. ഈ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിനെ നമ്മളും നമ്മൾ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് സംതൃപ്തിപ്പെട്ടുകൊണ്ട് കഴിയേണ്ട ഒരു കാലഘട്ടമാണ് റമദാനിൻ്റെ പുണ്യരാവുകളും പകലുകളും. ആ ഒരു കാര്യവും കൂടി നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കുണ്ടായ എല്ലാ പാപ വൈകല്യങ്ങളും, ജീവിതത്തിലുണ്ടായ മറ്റ് പോരായ്മകളും പടച്ചവനെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഇതിനകം പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. എല്ലാം അള്ളാഹുവെ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. പ്രത്യേകിച്ച് നാം ഇരിക്കുന്ന ഈ കാർപ്പറ്റ് പുതുതായി ഒരു മാന്യ വ്യക്തി സംഭാവന നൽകിയതാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാം പ്രാർത്ഥന എത്ര അർപ്പിച്ചാലും മതിയാവുകയില്ല. തൊട്ടു മുമ്പുള്ള
10 കൊല്ലത്തിലധികം നീണ്ടു നിന്ന കാർപ്പറ്റും നൽകിയത് അദ്ദേഹം തന്നെയാണ്. അള്ളാഹു അദ്ദേഹത്തിനും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഉചിതമായ പ്രതിഫലം നൽകി അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ധാരാളം പേരുണ്ട്, ആശുപത്രിയിലും വീടുകളിലും. അവർക്ക് വേണ്ടിയും നമ്മളുടെ പ്രാർത്ഥനയിൽ ഒരു ഭാഗം നീക്കിവെക്കുക. നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതായതുകൊണ്ട് തന്നെ ഈ രോഗികൾക്കെല്ലാം ആഫിയത്ത് അള്ളാഹുവെ നീ നൽകണമേ, നല്ല ചികിത്സ അവർക്ക് ലഭ്യമാക്കണമേ, ആരോഗ്യത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും പടച്ചവനെ നീ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.